എൽ ജിയുടെ ടി വിയാണ്, എൽ ജി 21 ഇഞ്ച് ഫ്ലാറ്റ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂസ് അടിക്കുന്ന കംപ്ലയിൻ്റാണ്. ഫ്യൂസ് കത്തിപ്പോകുന്നുണ്ട്. ഇത് നേരത്തെ കത്തിയിരുന്ന ഫ്യൂസാണ്. ഇനി വേറൊരു ഫ്യൂസ് ഇട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ വേറെ ഞാൻ ഒരു ഫ്യൂസ് ഇടുന്നുണ്ട്. ഇട്ടിട്ട് ഇതെവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ആ ഫ്യൂസ് കത്തിപ്പോകുന്നത് കാണാൻ പറ്റും. ഫ്യൂസ് ഇതാ കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ STR കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് വരുന്ന ഒരു കപ്പാസിറ്ററും പ്രശ്നമാണ്. ഓക്കെ, 50 വോൾട്ട് 100 mFൻ്റെ ഒരു കപ്പാസിറ്ററാണ് STRൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അത് ആ STR ഞാൻ ഇളക്കുന്നുണ്ട്. STR ഇടുമ്പോൾ കറക്റ്റ് നമ്പർ ഇടണം, ഇല്ലെങ്കിൽ വർക്കാവത്തില്ല. ഇനി അടുത്തത് കപ്പാസിറ്റർ ഇളക്കിയാണ്. STR ഈ കപ്പാസിറ്റർ മാറണം. പിന്നെ ഇവിടെ പവർ സപ്ലൈ വരുന്ന ഒരു ഡയോഡുണ്ട്. ഡയോഡെന്ന് പറയുമ്പോൾ ഇത് ബ്രിഡ്ജ് റെക്ടിഫർ ഡയോഡ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. ബ്രിഡ്ജ് റെക്ടിഫർ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് വേറെ ഒരു പ്രശ്നവുമില്ല, പക്ഷേ എന്നാലും ഞാൻ മാറ്റുകയാണത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇനി വേറെ ഇടണം. എന്നിട്ട് പവർ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. സെനർ ഡയോഡും നോർമൽ ഡയോഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. പവർ സപ്ലൈ ഔട്ട്പുട്ട് ഡയോഡും ചെക്ക് ചെയ്യുന്നുണ്ട്. HOT ചെക്ക് ചെയ്തു. വേറെ ഒരു ഷോർട്ടും വേറെ ബോർഡിലില്ല, വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഇനി ഇതാ വേറൊരു കപ്പാസിറ്റർ ഇടയാണ്. പുതിയതാണ് ഇടുന്നത്. 50 വോൾട്ട് 100 mFൻ്റെ കപ്പാസിറ്റർ. STRും വേറെ ഇട്ടു. സെയിം നമ്പറാണ്. അത് പഴയതാണ്, വേറെ ബോഡി നടക്കിയത്. കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതാ ആ ഡയോഡ് ഇടയാണ്. അപ്പോൾ ഡയോഡ് ഇതാ കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ PTCയും കൂടെ ഒന്ന് മാറ്റുകയാണ്. വേറെ ഒന്നുമില്ല, ചെറിയ ഡൗട്ട് ഇത് കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന്. കാരണം സൈഡിൽ ഒരു ഹോളൊക്കെ ഇവിടെ നിന്ന് പൊട്ടിത്തെറിച്ച പോലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ PTCയും വേറെ ഇട്ടു, പഴയതാണ്. എന്നിട്ട് ആ കരിഞ്ഞ ഫ്യൂസും മാറ്റി വേറെ ഫ്യൂസ് ഇട്ട് TV ഓൺ ചെയ്തപ്പോഴത്തേക്കും പവർ സപ്ലൈ ഓണായി. കറക്റ്റ് ബ്ലൂ ബാക്കും ഗ്രീൻസും കാര്യങ്ങളെല്ലാം വന്നു. കംപ്ലയിൻറ്റ്സ് എല്ലാം മാറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.